എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ചക്ക വെച്ചിട്ടൊരു എരിശ്ശേരി ഉണ്ടാക്കാം. അതിനായി നമ്മൾ ചക്ക ചെറിയ പീസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. സാധാരണ നമ്മൾ പുഴുക്കുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം വെക്കണം എരിശ്ശേരി ഉണ്ടാക്കാൻ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേണം വേവിക്കാൻ. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്കറിൽ ഒരു 3 വിസിൽ വരുന്നവരെ നമുക്കിത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ചക്ക വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനാവശ്യമുള്ള ഒരു അരപ്പ് ഉണ്ടാക്കണം. നമ്മളിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകത്തിൻ്റെ 1 സ്പൂൺ പൊടി, ഇത്രയുമാണ് നമ്മൾ അരയ്ക്കാൻ എടുത്തിരിക്കുന്നത്. ചക്ക പുഴുക്കുണ്ടാക്കാൻ നമ്മൾ അരയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് അരിഞ്ഞു കിട്ടണം ഇതിൻ്റെ അരപ്പ്. വെന്ത് വന്ന ചക്കയിലേക്ക് നമുക്ക് അരപ്പും ചേർത്ത് അടച്ചു വെച്ച് അരപ്പിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അരപ്പും ചക്കയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ ചക്ക പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു താളിപ്പുണ്ടാക്കണം. അതിനായി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1 സ്പൂൺ കടുകും കുറച്ച് തേങ്ങ ചിരകിയതും ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങയൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കണം. തേങ്ങ ചുമന്ന് വരുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് തീ ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമ്മുടെ പാകമായ ചക്കയിലേക്ക് ചേർക്കാം. നമ്മുടെ അടിപൊളി ചക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കാത്തവരൊക്കെ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലത് മാത്രം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു.